ഹായ്, ഐ എം റാണി സുരേഷ്. വെൽക്കം ടു ഡു നോ സീരീസ് പാർട്ട് 4. നിങ്ങൾക്കറിയാമോ പാർട്ട് 4. ഞാനുള്ളത് ഇപ്പോൾ കോയമ്പത്തൂരിലാണ്, തമിഴ്നാട്ടിൽ. അപ്പോൾ ഇവിടെ കുറേ മലയാളീസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും മലയാളത്തിനും തമിഴിനും വേർഡ്സിലുള്ള ഡിഫറൻസിനെ പറ്റി പറയാമെന്ന്. മലയാളത്തിലുള്ള മീനിങ്ങും തമിഴിലുള്ള മീനിങ്ങും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും ഈ വേർഡ്സിന്. അതിന് പറയുന്നത് ഐറണി ഓഫ് മലയാളം വേർഡ്സ് ആൻഡ് തമിഴ് വേർഡ്സ്. അപ്പോൾ ഫസ്റ്റ് വേർഡ് ഞാൻ കുറേ വേർഡ്സിനെ ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ നിന്ന് കുറേ വേർഡ്സ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വേർഡ് സംസാരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സംസാരിക്കുന്നത്. നമ്മൾ വർത്തമാനം പറയുന്നതിന് സംസാരം എന്ന് പറയും. തമിഴിൽ സംസാരം എന്ന് പറഞ്ഞാൽ വൈഫ് അല്ലെങ്കിൽ ഭാര്യ എന്നാണ് അർത്ഥം. അതിങ്ങനെ ടോട്ടലി വേറെ മീനിങ് അല്ലേ ആ വേർഡിന്. അടുത്തത് പനി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഫീവർ. തമിഴിൽ സ്നോയ്ക്കാണ് പറയുന്നത് പനി എന്ന്. അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സെയിം വേർഡ്, പക്ഷേ മീനിങ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കുന്നു തമിഴിലും മലയാളത്തിലും. അടുത്തത് മുന്തിരി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഗ്രേപ്സ് ആണെന്നാണ് അർത്ഥം. തമിഴിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. തമിഴിൽ മുന്തിരി എന്ന് പറഞ്ഞാൽ കാഷ്യൂനട്ടാണ്. നമ്മുടെ അണ്ടിപ്പരിപ്പാണ് ഇവിടെ മുന്തിരി എന്ന് പറയുന്നത്. പായസത്തിൽ മുന്തിരി ഇടെന്ന് പറഞ്ഞാൽ കാഷ്യൂനട്ട് ഇടാനാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റിലൊക്കെ വിചാരിച്ചു ഈ ഗ്രേപ്സ് ഇടാനാണ് പറയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ്. പിന്നെ പട്ടി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഡോഗ്, നായ്. തമിഴിൽ പട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ വില്ലേജസിനെയാണ് പട്ടി എന്ന് പറയുന്നത്, സ്മോൾ വില്ലേജസ്. അതിന് ഇംഗ്ലീഷിൽ ഹാംലെറ്റ് എന്ന് പറയും. പുളിയമ്പട്ടി, സരവണംപട്ടി, വാടിപ്പട്ടി, ചെറിയ വില്ലേജസിനാണ് പട്ടി എന്ന് പറയുന്നത്. പിന്നെ കിളി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ എല്ലാ ബേർഡ്സിനും കിളി എന്നാണ് നമ്മൾ പറയുന്നത്. തമിഴിൽ കിളി എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ പാരറ്റിന് മാത്രമേ കിളി എന്ന് പറയുള്ളൂ. മറ്റ് ബേർഡ്സിനെല്ലാം പറയുന്നത് കുരുവി എന്നാണ്. പാരറ്റിന് മാത്രമേ കിളി എന്ന് പറയുള്ളൂ. കവല എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരു മീറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ 4 റോഡ് ചേരുന്ന ഭാഗമോ അങ്ങനെ ഒരിടം. തമിഴിൽ കവല എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടം. ഇതൊക്കെയാണ് കുറേ വേർഡ്സ് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ വേർഡ്സിനെ പറഞ്ഞു. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. See you in the next video. Thank you.